the least positive integer which can be expressed as the sum of cubes of two positive integers in two different ways. Option A 189, option B 280, option C 1241, option D 1729. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്, രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ ക്യൂബുകളുടെ സമ്മായിട്ട് രണ്ട് വ്യത്യസ്ത തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും അങ്ങനെ രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ, അതും രണ്ട് വ്യത്യസ്ത തരങ്ങളിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? രാമാനുജൻ നമ്പർ എന്ന് കേട്ടിട്ടില്ലേ? 1729. ഓക്കെ, 1729 എന്ന ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാമാനുജൻ നമ്പർ എന്നറിയപ്പെടുന്നു. അതിൻ്റെ പ്രത്യേകത രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അതും രണ്ട് വ്യത്യസ്ത തരത്തിൽ. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. 1729 ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ക്യൂബുകളായിട്ടാണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക? 1ൻ്റെയും 12ൻ്റെയും. ഓക്കെ, നോക്കാം. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. ഓക്കെ, 1ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെയാണ്, പ്ലസ് 12ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1728 ആണ്. ഓക്കെ, 1728 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് രാമാനുജൻ നമ്പറായ 1729 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മറ്റൊരു പെയർ കൂടി ഉണ്ട്, അതെന്ന് പറയുന്നത് 10 ക്യൂബ് പ്ലസ് 9 ക്യൂബാണ്. ഓക്കെ, 10 ക്യൂബ് പ്ലസ് 9 ക്യൂബും 1729 ആണ്. അതുപോലെ 1 ക്യൂബ് 12 ക്യൂബ് ആഡ് ചെയ്താലും 1729 കിട്ടുന്നുണ്ട്. നോക്കാം. 10ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1000 പ്ലസ് 9ൻ്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 729. ഓക്കെ, 9ൻ്റെ ക്യൂബ് 729. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1729 കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പെയർ ഇനിയുമുണ്ട്, പക്ഷേ ഏറ്റവും ചെറിയ ഇൻഡിജർ എന്ന് പറയുന്നതാണ് 1729. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. എല്ലാവർക്കും അറിയാം രാമാനുജൻ നമ്പറിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ അറിയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. A square and two isosceles right angular triangles are joined to form an isosceles trapezium as in the figure. The area of trapezium in square centimeter. Option A 32, option B 24, option C 36, option D 40. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സ്ക്വയർ ഉണ്ട്, അതുപോലെ 2 ഐസോസ്ലെസ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ട്, 2 ഐസോസ്ലെസ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾസും ജോയിൻ ചെയ്തിട്ട് ഒരു ഐസോസ്ലെസ് ട്രപ്പേസിയം ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഫിഗറിൻ്റെ ഈ ട്രപ്പേസിയത്തിൻ്റെ സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്, ട്രപ്പേസിയത്തിൻ്റെ ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 സൈഡും ഈക്വൽ ആയിരിക്കും. അതിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, എല്ലാ സൈഡും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഫിഗറിൻ്റെ ഏരിയ കാണാനായിട്ട് 2 ഐസോസ്ലെസ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഐസോസ്ലെസ് റൈറ്റ് ആംഗുലർ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് നോക്കാം. ഓക്കെ, ഏരിയ ഓഫ് ട്രയാങ്കിൾ നോക്കുക. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനായിട്ട് ഹാഫ് BH എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഹാഫ് BH എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, 2 സൈഡ് ഈക്വൽ ആണിത്. റൈറ്റ് ആംഗിൾഡ് ആയതുകൊണ്ട് തന്നെ ഈ 2 സൈഡായിരിക്കും ഇതിൽ ഈക്വൽ. അതായത് ഇത് 4 സെൻറ്റിമീറ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ കണ്ടെത്താനായിട്ട് ഹാഫ് ഇൻറ്റു ബേസ് 4 ആണ്, അതുപോലെ ഹൈറ്റും 4 ആണ്. ഓക്കെ, അപ്പോൾ 4 × 4 16 ആണ്. 16 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ട്രയാങ്കിളിൻ്റെ ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഏരിയ 8 ആണ്. ഇതേ ഏരിയ തന്നെയാണ് ഈ ട്രയാങ്കിളിലും ഉള്ളത്. ഇതിൻ്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും? 8 ആയിരിക്കും. ഓക്കെ, 8 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് നമുക്ക് വേണ്ടത് സെൻറ്ററിലുള്ള സ്ക്വയറിൻ്റെ ഏരിയ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് നോക്കാം. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ A² ആണ്. ഇവിടെ സൈഡ് എന്ന് പറയുന്നത് 4 ആയതുകൊണ്ട് 4ൻ്റെ സ്ക്വയർ എടുക്കണം. 4² എന്ന് പറയുന്നത് 16 ആണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിലുള്ള സ്ക്വയറിൻ്റെ ഏരിയ 16 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രപ്പേസിയം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ചേർന്നതാണ്. ഓക്കെ, 2 ഐസോസ്ലെസ് ട്രയാങ്കിൾ 8 + 8 പ്ലസ് നോക്കൂ സ്ക്വയറിൻ്റെ ഏരിയ 16. അപ്പോൾ ടോട്ടൽ 32 കിട്ടിയിട്ടുണ്ട്. 32
സ്ക്വയർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. ഓപ്ഷൻ എ വരും. ഓക്കെ, ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ രണ്ട് ഐസോസിസ് ട്രയാങ്കിളിൻ്റെയും അതുപോലെ സെൻറ്ററിൽ കാണുന്ന സ്ക്വയറിൻ്റെയും ഏരിയൻ്റെ സമ്മാണ്. ടോട്ടൽ 32 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. How many terms are there in the expansion of x plus y the whole cube plus x minus y the whole cube? Option A 6, option B 2, option C 8, option D 4. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ് പ്ലസ് വൈ ദി ഹോൾ ക്യൂബ് പ്ലസ് എക്സ് മൈനസ് വൈ ദി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷനിൽ ഉള്ള നമ്പർ ഓഫ് ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എത്ര ടേംസ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ് പ്ലസ് വൈ ദി ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്. ഇതാണ് എക്സ് പ്ലസ് വൈ ദി ഹോൾ ക്യൂബിൻ്റെ എക്സ്പാൻഷൻ. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്. ഇനി എക്സ് മൈനസ് വൈ ദി ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇതിന് ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് വരുന്നത്. അപ്പോൾ നോക്കാം, എക്സ് ക്യൂബ് മൈനസ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ മൈനസ് വൈ ക്യൂബ്. ഓക്കെ, ഓൾട്ടർനേറ്റ് പ്ലസ് ആൻഡ് മൈനസ് ആണ് ഇടേണ്ടത്. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസ് അല്ല, കുറച്ച് ടേംസ് മൈനസ് ആയി പോകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 3x സ്ക്വയർ വൈയും അതുപോലെ മൈനസ് 3x സ്ക്വയർ വൈയും ക്യാൻസലായി പോയി. പിന്നെ നെക്സ്റ്റ് വൈ ക്യൂബ് മൈനസ് വൈ ക്യൂബ്. ഓക്കെ, അതും ക്യാൻസലായി പോയി. ഇനി ബാക്കിയുള്ളത് എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ ഉണ്ട്. ഓക്കെ, എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് അടുത്തതിൽ, അതായത് എക്സ് മൈനസ് വൈ ഹോൾ ക്യൂബിൽ ബാക്കിയുള്ളത് എക്സ് ക്യൂബ് പ്ലസ് 3x വൈ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് എക്സ് ക്യൂബ് കൂടി ചേർന്നാൽ 2x ക്യൂബ് എന്ന് എഴുതാം. പ്ലസ് അതുപോലെ വൈ ക്യൂബ് എക്സ് വൈ സ്ക്വയർ നോക്കൂ, 3x വൈ സ്ക്വയർ ഉണ്ട് പ്ലസ് 3x വൈ സ്ക്വയർ. അപ്പോൾ ടോട്ടൽ മൊത്തം 6x വൈ സ്ക്വയർ ആകും. ഓക്കെ, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് വന്നപ്പോൾ ഇതിൽ ഓൺലി 2 ടേംസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എക്സ്പാൻഷനിൽ ഓൺലി 2 ടേംസാണ് ഉള്ളത്. ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ഇപ്പോൾ എൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ടേംസ് 4 ആണ് വരിക. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ 4 ടേംസ് ആണ് ടോട്ടൽ ഉണ്ടാവുക എൻ്റെ വാല്യൂ. അതായത് ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ എന്ന ഫോർമാറ്റിലാണെങ്കിൽ അതിൽ എൻ, ഓക്കെ, എന്നിൻ്റെ വാല്യൂ എന്താണോ അതിനേക്കാളും 1 കൂടുതലായിരിക്കും അതിലെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, ഇതിൽ 3 അല്ലേ എന്നിൻ്റെ വാല്യൂ, പക്ഷേ നമ്പർ ഓഫ് ടേംസ് എത്ര വന്നു? എക്സ് ക്യൂബ് 3x സ്ക്വയർ വൈ പ്ലസ് 3x വൈ സ്ക്വയർ പ്ലസ് വൈ ക്യൂബ് 4 ടേംസ് വരും. ഓക്കെ, പക്ഷേ ഇവിടെ ക്യാൻസലായി പോയതുകൊണ്ട് അവസാനം 2 ടേംസ് മാത്രമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If 2 raised to x plus 2 raised to x plus 1 plus 2 raised to x plus 2 plus etc. plus 2 raised to x plus 5 equal to 504, the value of x is option A 2, option B 3, option C 4, option D 5. Okay, but 2 raised to x plus 2 raised to x plus 1, 2 raised to x plus 2 etc. 2 raised to x plus 5 അതിൻ്റെ വാല്യൂ 504 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2 raised to x plus 2 raised to x plus 1, 2 raised to x plus 2 etc. 2 raised to x plus 5. Okay, that is equal to 504 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി 2 raised to x plus 1നെ നമുക്ക് 2 raised to x into 2 raised to 1 അഥവാ 2 എന്ന് എഴുതാം. അതായത് a raised to m plus n-നെ a raised to m into a raised to n എന്ന് എഴുതാം. അല്ലെങ്കിൽ a raised to m into a raised to n എന്ന് പറയുന്നത് എന്താ? a raised to m plus n ആണ്. അപ്പോൾ ഈ m plus n-നെ തിരിച്ച് raised to a raised to m into a raised to n എന്ന് സ്പ്ലിറ്റ് ചെയ്തും എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 2 raised to x plus 1നെ 2 raised to x into 2 raised to 1, 2 raised to 1 ആയതുകൊണ്ട് ജസ്റ്റ് 2 എന്ന് മാത്രം എഴുതിയാൽ മതി. നെക്സ്റ്റ് അടുത്ത ടേം എന്താവും? 2 raised to x into 2 സ്ക്വയർ. ഓക്കെ, എക്സ് പ്ലസ് 2നെ 2 raised to x into 2 സ്ക്വയർ അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 raised to x plus 5നെ 2 raised to x into 2 raised to 5 എന്ന് എഴുതാം. 2 raised to x into 2 raised to 5 that is equal to 504. ഓക്കെ, ഇനി ഈ ടേംസിലെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഏതാണ്? 2 raised to x. ഓക്കെ, 2 raised to x എല്ലാ ടേമിലും കോമൺ ആണ്. അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന പുറത്തോട്ട് എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 2 raised to x കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിൽ ഒന്നുമില്ല, 1 മാത്രം. ഓക്കെ, പ്ലസ് സെക്കൻഡ് ടേമിൽ എന്തായി മാറും? 2.
പ്ലസ് തേർഡ് ടേമിൽ 2 സ്ക്വയർ അല്ലേ, 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ് 4. ഓക്കെ, നെക്സ്റ്റ് ടേം എന്തായിരിക്കും 2 ക്യൂബ് ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ടേം എന്തായിരിക്കും 2⁴ ആയിരിക്കും. ദെൻ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 2⁵ വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 504. നമുക്ക് നോക്കാം 2x നോക്കൂ, 1 + 2 + 4 എന്ന് പറയുമ്പോൾ എത്ര വന്നു 7 വന്നു. പ്ലസ് 2⁵ എന്ന് പറയുമ്പോൾ എത്രയാണ് 8 ആണ്. നെക്സ്റ്റ് 2⁴ എന്ന് പറയുമ്പോൾ 16 വരും. 2⁵ എന്ന് പറയുമ്പോൾ 32 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 504. 2x ഇൻറ്റു ഈ ബ്രാക്കറ്റിനകത്തുള്ള ടേംസ് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 32 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്, 15 ഉണ്ടല്ലോ. അപ്പോൾ 31ഉം 32. ഓക്കെ, 31ഉം 32ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 63 വരും. ഓക്കെ, 31ഉം 32ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 63 വരും, ഈക്വൽ ടു 504. അങ്ങനെയാണെങ്കിൽ 2x ഈക്വൽ ടു 504. ഈ 63 റൈറ്റ് സൈഡ് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 63 ആവും. ഓക്കെ, 504 ഡിവൈഡഡ് ബൈ 63 കിട്ടും. 504 ഡിവൈഡ് ബൈ 63 എന്ന് പറഞ്ഞാൽ വാല്യൂ 8 ആണ് വരിക. ഓക്കെ, അതായത് ഇവിടെ 3നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ ലാസ്റ്റ് 4 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 63 × 8 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 504 കിട്ടുന്നുണ്ട്. നമുക്ക് 2x 8 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 2x എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 2ൻ്റെ ഏത് പവറാണ് 8? 2 ക്യൂബ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? x ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റനിൽ കാണാനായിട്ട് ചോദിച്ചിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? 3 കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A pair of shoes and a pair of socks cost 1100 rupees and the pair of shoes cost 1000 rupees more than the pair of socks. The cost of pair of shoes in rupees. Option A 1000, option B 1025, option C 1050, option D 1100. ഓക്കെ, ഇപ്പോൾ ഇവിടെ പറയുന്നത് പെയർ ഓഫ് ഷൂസ് ആൻഡ് സോക്സ് കോസ്റ്റ് 1100. ഓക്കെ, പെയർ ഓഫ് ഷൂവും സോക്സും കൂടി ചേർന്നാൽ 1100 ആണ് വരുന്നത്, റേറ്റ് വരുന്നത്. അതുപോലെ ഷൂസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സോക്സിനേക്കാളും 1000 rupees കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഷൂസിൻ്റെ റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഷൂസിൻ്റെ റേറ്റ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യും. ഓക്കെ, സോക്സ് എന്ന് പറയുന്നത് വൈ ആയിട്ടും അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഷൂവിൻ്റെയും സോക്സിൻ്റെയും റേറ്റിൻ്റെ സം എന്ന് പറയുന്നത് 1100 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 1100. ഇനി അടുത്ത് നോക്ക്, ഷൂസിൻ്റെ കോസ്റ്റ് സോക്സിനേക്കാളും 1000 rupees കൂടുതലാണ്. ഓക്കെ, അതിനർത്ഥം അവയുടെ രണ്ടിൻ്റെയും റേറ്റിൻ്റെ ഡിഫറൻസ് അല്ലേ. ഓക്കെ, നമുക്ക് x മൈനസ് വൈ എന്ന് കൊടുക്കാം. ഓക്കെ, x മൈനസ് വൈ ആണ് എത്ര? 1000. ഓക്കെ, ഇങ്ങനെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും അതുപോലെ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസും തന്നിട്ട് അതിലേതെങ്കിലും ഒരു നമ്പർ കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതുപോലെ സം മൈനസ് ഡിഫറൻസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, ഇതാണ് മെത്തേഡ്. രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ഉണ്ടെങ്കിൽ ഓരോ നമ്പേഴ്സ് എങ്ങനെ കണ്ടെത്തും? സം പ്ലസ് ഡിഫറൻസ് ബൈ 2, സം മൈനസ് ഡിഫറൻസ് ബൈ 2. ഓക്കെ, അപ്പോൾ ഇവിടെ അതുപോലെയാണ് ഷൂവിൻ്റെയും സോക്സിൻ്റെയും സമ്മ് തന്നിട്ടുണ്ട്, റൈറ്റിൻ്റെ സമ്മ് അതുപോലെ റൈറ്റിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഇതിൽ വലിയ നമ്പറാണ് കാണേണ്ടതെങ്കിലാണ് സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്തിട്ട് ബൈ 2 ചെയ്യേണ്ടത്. ചെറിയ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ബൈ 2 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഷൂവിൻ്റെ വിലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷൂവിൻ്റെ വില എന്ന് പറയുന്നത് ലാർജസ്റ്റ് അല്ലേ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷൂവിൻ്റെ റേറ്റ് കാണാനായിട്ട് സം പ്ലസ് ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ഓക്കെ, സം എന്ന് പറയുന്നത് എത്രയാണ്? 1100 പ്ലസ് ഡിഫറൻസ് എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 2100 കിട്ടും. 2100 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 1050. 1050 രൂപയാണ് ഷൂവിന് വില. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഷൂവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1050 ആണ്. ഇത് ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അതായത് ഓപ്ഷൻ എ എടുക്കുന്നു. നോക്കൂ, ഓപ്ഷൻ എ ഇവിടെ ഷൂവിൻ്റെ വിലയല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 1000 ആണ് ഷൂവിന് വില എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ സോക്സിന് വില എന്തായിരിക്കും? ടോട്ടൽ റേറ്റ് 1100 ആണ്. ഷൂവിന് 1000 ആണെങ്കിൽ അപ്പോൾ സോക്സിന് എത്രയായിരിക്കും? 100 rupees ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കൂ. ഷൂസിന് സോക്സിനേക്കാൾ 1000 rupees കൂടുതലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാവുമോ?
അതിൻ്റെ ഡിഫറൻസ് 1000 വരുമോ? ഇല്ല അല്ലേ. സോക്സിന് 100 വരുന്നുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 900 ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ അല്ല കറക്റ്റ്. നെക്സ്റ്റ് ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുക. 1025. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി 75 രൂപയായിരിക്കും സോക്സിന് വരുന്നത്. ഓക്കെ, രണ്ടിൻ്റെ ഡിഫറൻസ് നോക്കുമ്പോൾ 1000 വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ സി എടുത്ത് നോക്കുക. 1050 ആണ് ഷൂവിന് വില. ഓക്കെ, അപ്പോൾ സോക്സിൻ്റെ റേറ്റ് എന്തായിരിക്കും? ടോട്ടൽ 1100 വരണമെങ്കിൽ 50 റുപ്പീസ് ആയിരിക്കും സോക്സിന് വരിക. രണ്ടിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ 1000 കിട്ടുന്നുണ്ടോ? യെസ്, രണ്ടിൻ്റെ ഡിഫറൻസ് 1000 വരുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഓപ്ഷൻ വെച്ചിട്ട് ആൻസർ സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടവർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 10 meter away from a building. The angle of elevation from the top of the building to the top of the tower is 60 degree, and the angle of depression from the top of the building to the bottom of the tower is 30 degree. Then the height of the tower. Option A 40√3, option B 40, option C 40/3, option D 40/3. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇത് ബിൽഡിങ്, ഇത് ടവറും ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 meter ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 10 meter. അത് മാർക്ക് ചെയ്തു. ഇതിനടുത്തത് പറയുന്നത് ദി ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ടു ദി ടോപ്പ് ഓഫ് ദി ടവർ. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ടവറിൻ്റെ ടോപ്പിലോട്ടുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 60 degree ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 60 degree ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ 60 degree. ഓക്കെ, ആൻഡ് ദി ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ടു ദി ബോട്ടം ഓഫ് ദി ടവർ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 degree ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രം ദി ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ് ടു ദി ബോട്ടം ഓഫ് ദി ടവർ. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും മാർക്ക് ചെയ്യുക? ഇതാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്നത്. ഓക്കെ, 30 degree. ഇത് നമുക്ക് കണ്ടെത്താനുള്ളത് ഹൈറ്റ് ഓഫ് ദി ടവർ ആണ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുമ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ആണ്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് കൂടി ചേർന്നാണ് ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കണ്ടെത്താമെന്ന് നോക്കാം. ആദ്യം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടെത്താം. ഓക്കെ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിൻ്റെ കൂടെ പ്ലസ് ഈ ഒരു ഡിസ്റ്റൻസ് കൂടി ചേർന്നതാണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടെത്താനായിട്ട് നോക്കുക. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇവിടെ 30 degree ആയതുകൊണ്ട് ഈ ആംഗിളും എത്ര തന്നെ ആയിരിക്കും? 30 degree ആയിരിക്കും. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് 30 degree, ഇത് 90 degree. അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 degree ആണ് വരിക. ഓക്കെ, അപ്പോൾ സൈഡ് ആംഗിൾ റേഷ്യോ വെച്ചിട്ട് ഇപ്പോൾ 30 degree, 60 degree, 90 degree ആണ് ആംഗിൾ വരുന്നതെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ് വരിക. ഓക്കെ, സൈഡിൻ്റെ റേഷ്യോ 1:√3:2. അതായത് 30 degree ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ റേഷ്യോ 1 ആണെങ്കിൽ, അതായത് സൈഡ് 1 ആണെങ്കിൽ 60 degree ഓപ്പോസിറ്റ് വരുന്നത് √3ഉം 90 degree ഓപ്പോസിറ്റ് വരുന്നത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്നത് ഈ ട്രയാങ്കിളിൽ ഈ ഒരു സൈഡ് മാത്രമാണ് അറിയുന്നത്. ഈ സൈഡ് എന്ന് പറയുന്നത് 60 degree ഓപ്പോസിറ്റ് വരുന്നതാണ്. ഓക്കെ, 60 degree ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. 60 degree ഓപ്പോസിറ്റ് വരുന്ന റേഷ്യോ √3 ആണ് 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ 30 degree ഓപ്പോസിറ്റ് വരുന്നതാണ്. ഓക്കെ, അതായത് ഇവിടെ √3 റേഷ്യോ എന്ന് പറയുന്നത് 10 meter ആണ്. ഓക്കെ, √3 റേഷ്യോ ആണ് 10 meter എങ്കിൽ 1 റേഷ്യോ എന്ന് പറയുമ്പോൾ 10/√3 വരും. ഓക്കെ, 10/√3 ആണ്. 90 degree ഓപ്പോസിറ്റുള്ള നമുക്കിവിടെ ആവശ്യമില്ല. അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഡബിളാണ്. ഓക്കെ, ഇത് 1 റേഷ്യോ ആണെങ്കിൽ ഇത് 2 റേഷ്യോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 20/√3 meter വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 10/√3 meter ആണ്. ഓക്കെ, 10/√3. ആദ്യം ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ സൈഡ് ആംഗിൾ റേഷ്യോ വെച്ചിട്ടാണ് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 10/√3 ആണെന്ന് കണ്ടെത്തിയത്. ഇനി നമുക്ക് ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ലെങ്ത് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ടവറിൻ്റെ ലെങ്ത് ആവും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 60 degree ആണെന്ന് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലേ? ഇത്
90 ഡിഗ്രി വരും. ദെൻ ഈ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു ഡിസ്റ്റൻസ് 10 മീറ്റർ ആയതുകൊണ്ട് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസും എത്രയായിരിക്കും? 10 മീറ്റർ ആയിരിക്കും. ഇവിടെ നമുക്ക് സെയിം ആംഗിൾ സൈഡ് റേഷ്യോ അപ്ലൈ ചെയ്യാം. ഓക്കെ, 30 ഡിഗ്രിക്ക് വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് 1 റേഷ്യോ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് √3 റേഷ്യോ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 2 റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഏത് ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നതാണ്? 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. ഓക്കെ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഏതാ? 10 മീറ്റർ. ഓക്കെ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നത് 10 മീറ്റർ ആണ്. നമുക്ക് വേണ്ടത് എന്തായിരുന്നു? 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ്. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 10 മീറ്റർ ആണെങ്കിൽ 1 റേഷ്യോന് 10 മീറ്റർ എങ്കിൽ √3 റേഷ്യോ എന്ന് പറയുമ്പോൾ 10√3 വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞു, 10√3. ഓക്കെ, അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ എന്ന് പറയുമ്പോൾ 10√3യും 10/√3യും കൂടി ചേർന്നതാണ്. ഓക്കെ, ഹൈറ്റ്, ടവറിൻ്റെ ഹൈറ്റ് ഓഫ് ടവർ ഈക്വൽ ടു 10√3 പ്ലസ് 10/√3. ഓക്കെ, നമുക്കിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. √3 × 10√3. അപ്പോൾ എന്ത് വരും? √3 × √3 3 ആണ്. 10 × 3 30 വരും. ഓക്കെ, 30 പ്ലസ് 10 ഡിവൈഡഡ് ബൈ √3. ഓക്കെ, 30 പ്ലസ് 10 40 ആണ്. അപ്പോൾ 40/√3 ആണ് ആൻസർ. ഓക്കെ, 40/√3 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ഫ്രം ദി ഫിഗർ ദി ലെങ്ത് ഓഫ് എ ബി, ഓപ്ഷൻ എ 22 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 20.65 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 19 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി 17 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഫിഗറിൽ എ ബിൻ്റെ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിത് എങ്ങനെ കണ്ടെത്താം എന്ന് നോക്കാം. ഇവിടെ 2 ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിളിലെ ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, അതുകൊണ്ട് ഇത് 90 ഡിഗ്രിയാണ് വരിക. ഓക്കെ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഒരു ആംഗിൾ 45 ആണ് അല്ലേ? അപ്പോൾ ടോട്ടൽ ആംഗിൾ 180 ആയതുകൊണ്ട് തേർഡ് ആംഗിൾ എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ആംഗിൾ സൈഡ് റേഷ്യോ വെച്ചിട്ട് ഇതിൽ ഈ ഒരു ഡിസ്റ്റൻസ് കണ്ടെത്താം. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിലെ ബേസ് അല്ലെങ്കിൽ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കണ്ടെത്താം. എങ്ങനെയായിരുന്നു? 45 90 ഡിഗ്രിയാണ് ഇതിൻ്റെ ആംഗിൾ എങ്കിൽ അതിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1:√2. ഓക്കെ, 1:1:√2 എന്നതായിരിക്കും ഇതിലെ ആംഗിളും സൈഡും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് 12 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ അനദർ 45 ഡിഗ്രിക്ക് ഓപ്പോസിറ്റും ഈ ഒരു സൈഡും എത്ര തന്നെയായിരിക്കും? 12 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ബിൻ്റെ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഒരു ഭാഗത്തെ ലെങ്ത് കൂടി കിട്ടിയാൽ ടോട്ടൽ എ ബിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇത് റൈറ്റ് ആംഗിൾഡ് ആണ്, 90 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി വരും. ടോട്ടൽ 180 കിട്ടണമെങ്കിൽ 60 + 90 + 30 ആണ് 180 വരുന്നത്. ഇവിടെയും ഇതേപോലെ സെയിം ആംഗിൾ സൈഡ് റേഷ്യോ അപ്ലൈ ചെയ്യാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വീതമാണ് ആംഗിൾ വരുന്നത്. സൈഡിൻ്റെ റേഷ്യോ 1:√3:2. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്നതാണ്. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന 10 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 2 റേഷ്യോ ആണ് 10 സെൻറ്റിമീറ്റർ എങ്കിൽ 1 റേഷ്യോ എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതിയാണ് വരിക, 5 വരും. ഓക്കെ, 5 സെൻറ്റിമീറ്റർ വരും. 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന √3 റേഷ്യോ എന്ന് പറയുമ്പോൾ 5√3 വരും. പക്ഷെ നമുക്ക് 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് ആവശ്യമില്ല. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റാണ് ഈ ഒരു ലെങ്ത് വരുന്നത്. അപ്പോൾ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് നമുക്ക് 5 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എ ബിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്ററും പ്ലസ് ഇവിടെയുള്ള 5 സെൻറ്റിമീറ്ററും കൂടി ചേർന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെഗുലർ ഹെക്സാഗൺ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് യൂണിറ്റി. ദി ഡിസ്റ്റൻസ് ഫ്രം ദി സെൻറ്റർ ടു എനി സൈഡ് ഓഫ് ഹെക്സാഗൺ. ഓപ്ഷൻ എ √3, ഓപ്ഷൻ ബി 1/2, ഓപ്ഷൻ സി √3/4, ഓപ്ഷൻ ഡി √3/2. ഓക്കെ, ഒരു റെഗുലർ ഹെക്സാഗൺ ഒരു സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സർക്കിളിൻ്റെ റേഡിയസ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ സെൻറ്ററിൽ നിന്ന് ഹെക്സഗൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഫിഗർ ശ്രദ്ധിക്കുക. ഒരു ഹെക്സാഗൺ
ഒരു സർക്കിളിനകത്ത് വരച്ചിട്ടുണ്ട്. റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിന് 6 സൈഡ്സാണ് ഉള്ളത്. 6 സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കും. അതുകൂടാതെ റെഗുലർ ഹെക്സഗണിനെ നമുക്ക് 6 ഈക്വലായിട്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ഇവിടുത്തെ സർക്കിളിൻ്റെ റേഡിയസ് 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസ് യൂണിറ്റ് അതായത് 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, അല്ലാതെ ഈ ഒരു ഭാഗത്തിൻ്റെ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല. കാരണം സർക്കിളിൻ്റെ ഈ പോയിന്റിൽ എൻ പോയിന്റിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, സർക്കിളിൽ ടച്ച് ചെയ്താൽ സെൻറ്ററിൽ നിന്ന് സർക്കിളിൽ ടച്ച് ചെയ്താൽ അത് എന്താവുള്ളൂ, റേഡിയസ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി ഈക്വലായിട്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും എന്ത് തന്നെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, 3 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വീതം വരും, 60 ഡിഗ്രി വീതമാണ് ഓരോ ആംഗിളും വരുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടെത്താനായിട്ട് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഇത് 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഓരോ ആംഗിൾസും എന്തായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ആംഗിൾ സൈഡ് റേഷ്യോ വെച്ചിട്ടാണ് ഞാനിവിടെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ പോകുന്നത്. ആംഗിൾസ് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, 30, 60, 90 ഡിഗ്രിയാണ് ആംഗിൾസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്ന സൈഡ് ഏതാണ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡ് അറിയാം. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് യൂണിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് റേഡിയസ് വരുന്നത്. അതെന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന 2 റേഷ്യോ ആണ് 1 യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ട സെൻറ്ററിൽ നിന്ന് സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏത് ആംഗിളിന് ഓപ്പോസിറ്റാണ് കിടക്കുന്നത്, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഇതിൻ്റെ പകുതി വരും. 2 യൂണിറ്റ് 1 ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി 1/2 വരും. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന √3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, 1 യൂണിറ്റ് 1/2 ആണെങ്കിൽ √3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1/2 × √3, അതായത് √3/2 വരും. ഓക്കെ, 60 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്, സെൻറ്ററിൽ നിന്നും സൈഡിലോട്ടുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അത് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, √3/2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, √3/2. ക്ലിയർ ആണല്ലോ. അപ്പോൾ റെഗുലർ ഹെക്സഗണിൻ്റെ പ്രത്യേകത പഠിച്ചു വയ്ക്കുക. 6 സൈഡ്സാണ് ഉള്ളത്. എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ അതിനെ 6 ഈക്വലായിട്ട് ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനും പറ്റും. ഓക്കെ, ആ ഒരു തിയറം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിച്ച് ഈസ് ഓൺലി പെർഫെക്റ്റ് സ്ക്വയർ അതർ ദാൻ 1 ഇൻ ദി ഫോളോയിങ് സീക്വൻസ് 1, 1, 2, 3, 5, 8 etc. ഫിബൊനാച്ചി സീക്വൻസ്. ഓപ്ഷൻ എ 36, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 144. ഓക്കെ, തന്നിട്ടുള്ളത് ഒരു ഫിബൊനാച്ചി സീരീസ് ആണ്. ഈ ഫിബൊനാച്ചി സീരീസിലെ 1 അല്ലാതെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു സീരീസിന് നമുക്ക് ജനറൽ ടേം ഒന്നും ഇല്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് 2 ടേംസ് ആഡ് ചെയ്തിട്ടാണ് സെക്കൻഡ് ടേംസ് വന്നിട്ടുള്ളത്, തേർഡ് ടേം എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ സെക്കൻഡും തേർഡും കൂടി ആഡ് ചെയ്യുമ്പോൾ 1 + 2 3, നെക്സ്റ്റ് 2 + 3 5, 3 + 5 8. ഓക്കെ, അപ്പോൾ ഒരു ടേം കിട്ടിയിട്ടുള്ളത് അതിന് തൊട്ട് മുൻപുള്ള 2 ടേംസ് ആഡ് ചെയ്തിട്ടാണ് ഇതിൽ ഓരോ ടേമും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു സീരീസിൽ ഒന്നല്ലാതെ പിന്നെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഇവിടെ പറയുന്ന ഫിബൊനാച്ചി സീരീസിലെ 1 അല്ലാതെ ഇനി ഒരൊറ്റ പെർഫെക്റ്റ് സ്ക്വയർ മാത്രമേ ഉള്ളൂ, അത് ഏത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻസ് ഒരുപാട് വലിയ സംഖ്യകളൊന്നും അല്ല. ഓക്കെ, ചെറിയ നമ്പേഴ്സ് തന്നെയാണ്. നമുക്ക് ഈ സീരീസ് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, 8 കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത ടേം എന്താ വരിക, 5 + 8 അല്ലേ, 13 വരും. ഓക്കെ, 5ഉം 8ഉം കൂടി ആഡ് ചെയ്തിട്ട് 13 വരും. നെക്സ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഈ 8ഉം 13ഉം കൂടി ആഡ് ചെയ്യും. ഓക്കെ, 13ഉം 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 21 വരും. നെക്സ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 13ഉം 21ഉം കൂടി ആഡ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് 34 വരും. 34 കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ടേം എന്ന് പറയുമ്പോൾ 21 + 34 ആണ്. അതെന്ന് പറയുമ്പോൾ
21 പ്ലസ് 34 എന്ന് പറയുന്നത് 55 ആണ് നെക്സ്റ്റ് ടേം വരിക. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത് 34ഉം 55ഉം കൂടി ആഡ് ചെയ്തതാണ്. 34 പ്ലസ് 55 എന്ന് പറയുമ്പോൾ 89 വരും. ഓക്കെ. ദെൻ അടുത്ത ടേം എന്ന് പറയുമ്പോൾ 55ഉം 89ഉം കൂടി ആഡ് ചെയ്താണ്. 55 പ്ലസ് 89 എന്ന് പറയുമ്പോൾ 144. ഓക്കെ. അപ്പോൾ ഇതിൽ ഈ ഓപ്ഷനിൽ തന്നിട്ടുള്ള വേറെ നമ്പേഴ്സ് ഒന്നും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. 36 ഇല്ല, 64 വന്നിട്ടില്ല, 100 വന്നിട്ടില്ല, പിന്നെ ഏത് മാത്രമാണ് 144 മാത്രമാണ്. അപ്പോൾ ഈ ഫിബൊനാച്ചി സീരീസിലെ 1 അല്ലാതെയുള്ള അടുത്ത പെർഫെക്റ്റ് സ്കോർ എന്ന് പറയുന്നത് ഇതാണ്, 144 മാത്രമാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതൊന്ന് വെറുതെ പഠിച്ചു വെച്ചോളൂ. ഇനി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ 144 ആണ് ഇതിന് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The base of square pyramid is inscribed in a circle of radius 2 cm. If the height of the pyramid is 5 cm, then the surface area of pyramid. Option A 8 plus 2 12 root 6. Option B 12 root 6 minus 8. Option C 12 plus 8 root 6. Option D 8 root 6 minus 12. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ച് നോക്കാം. ഒരു സ്ക്വയർ പിരമിഡ് സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2 cm ആണ്. അതുപോലെ പിരമിഡിൻ്റെ ഹൈറ്റ് 5 cm ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫിഗർ വരച്ച് നോക്കാം. ഇതിൽ ബേസാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സർക്കിളിനകത്ത് ഒരു സ്ക്വയർ പിരമിഡ് വന്നാലുള്ള ബേസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ നോക്കൂ, ഇതെന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ഡയമീറ്റർ എന്ന് പറയുന്നത്, അത് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആണ്. ഓക്കെ, സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആണ്. റേഡിയസ് ഇവിടെ 2 cm ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസ് 2 cm ആണ്. അപ്പോൾ ഡയഗണൽ എത്ര വരും, അല്ലെങ്കിൽ ഡയമീറ്റർ എത്ര വരിക, 4 ആണ് വരിക. ഓക്കെ, ഡയമീറ്ററും ഡയഗണലും 4 വരും. ഇനി ഡയഗണൽ കണ്ടെത്താനുള്ള ഇക്വേഷൻ A √2 ആണ്. ഓക്കെ, സൈഡ് A ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ, ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് A √2 ആണ്. അപ്പോൾ A √2 = 4 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4/√2 ആണ് വരിക. എ എന്ന് പറഞ്ഞാൽ സ്ക്വയറിൻ്റെ സൈഡാണ്, അത് നമുക്ക് 4/√2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഡയഗണലിനോട് ഈക്വൽ ആണ്. റേഡിയസ് 2 cm ആയതുകൊണ്ട് ഡയമീറ്ററും ഡയഗണലും എന്തായിരിക്കും, 4 cm ആയിരിക്കും. 2 + 2 4 cm ആയിരിക്കും. ഡയഗണൽ കണ്ടെത്താനുള്ള ഇക്വേഷനാണ് A √2. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് A എന്ന് പറയുന്നത് 4/√2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ A എന്ന് പറഞ്ഞാൽ സൈഡ്, സ്ക്വയറിൻ്റെ സൈഡാണ് 4/√2. ഇനി നമുക്കിതിൻ്റെ സർഫസ് ഏരിയ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, ബേസിൻ്റെ ഒരു ഏരിയ ഉണ്ട്, പിന്നെ അതുപോലെ എത്ര ട്രയാങ്കിൾസാണ് വരുന്നത്, 4 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ആ ട്രയാങ്കിൾസിൻ്റെ ഏരിയയും കൂടി ചേർന്നതാണ് എന്ത് പറയുന്നത്, പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസ് ഏരിയയും ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയയും അതുപോലെ ലാറ്ററൽ സർഫസ് ഏരിയ, ഓക്കെ, LSAയും കൂടി ചേർന്നാണ് ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടി ചേർന്നതാണ് ടോട്ടൽ സർഫസ് ഏരിയ. അതിലെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ നോക്കൂ, ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ ബേസിൽ ഒരു സ്ക്വയറാണ് അല്ലേ, സ്ക്വയറിൻ്റെ ഏരിയ ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ A² ആണ്. എയുടെ വാല്യൂ 4/√2 ആണ്. അപ്പോൾ 4/√2ൻ്റെ സ്ക്വയർ എടുക്കണം. 4ൻ്റെ സ്ക്വയർ 16 ആണ്, √2ൻ്റെ സ്ക്വയർ 2 ആണ്. അപ്പോൾ 16 / 2 എന്ന് പറയുമ്പോൾ 8 കിട്ടും. ഓക്കെ, ഇപ്പോൾ ബേസ് ഏരിയ കിട്ടി, 8 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം, ലാറ്ററൽ സർഫസ് ഏരിയ കാണണം. ഓക്കെ, ഇപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താം. എന്നിട്ട് 4 ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് × 4 ചെയ്താൽ മതിയാകും. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ LSA നോക്കാം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ ½ × BHL, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ ½ × ബേസ് × ഹൈറ്റ്. അപ്പോൾ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ബേസ് എന്ന് പറയുമ്പോൾ സ്ക്വയറിൻ്റെ സൈഡാണ് വരിക. ഓക്കെ, സ്ക്വയറിൻ്റെ സൈഡ് എന്താണ്, A ആണ്. × ഹൈറ്റ് നോക്കൂ, ഇതിൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു സൈഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് അസ്യൂം ചെയ്യാം, ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ സൈഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് നമുക്ക് ഇങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് പിരമിഡിൻ്റെ സെൻറ്റർ. ഓക്കെ, സെൻറ്ററിൽ നിന്നാണ് ഇത് ഹൈറ്റ് ആയിട്ട് വരും. പിരമിഡിൻ്റെ ഹൈറ്റ് ആണ്, ഇത് സെൻറ്ററിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് 90 ഡിഗ്രിയാണ് വരുന്നത്.
ഓക്കെ, ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഇത് ഹൈറ്റ് നോക്കൂ, സൈഡാണ് എ എങ്കിൽ ഇത് സൈഡിൻ്റെ പകുതിയല്ലേ, അപ്പോൾ a/2 വരും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഹൈറ്റ് നോക്കൂ, ഇത് സ്ലാൻഡ് ഹൈറ്റ് ആണ് കേട്ടോ. ഈ ട്രയാങ്കിളിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് ആണ്. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് കണ്ടെത്താൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് L = ബേസ് എന്താ വരുന്നത്, a/2 വരും. ഓക്കെ, ബേസിൽ a/2 ആണ്. അപ്പോൾ a/2 ഹോൾ സ്ക്വയർ പ്ലസ് ഈ ഹൈറ്റ് h². ഓക്കെ, a/2 ഹോൾ സ്ക്വയർ പ്ലസ് h² ആണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. √a/2 ഹോൾ സ്ക്വയർ പ്ലസ് h². ഓക്കെ, അപ്പോൾ ലാറ്ററൽ സർഫസിലെ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ആണിത്. ഓക്കെ, അപ്പോൾ 4 ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ടേമിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത് വരുന്നത്, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടോട്ടൽ ലാറ്ററൽ സർഫസ് ഏരിയ കാണുകയാണ് 4 × 1/2 × എയ്ക്ക് പകരം എന്ത് കൊടുക്കുക, എയുടെ വാല്യൂ എത്രയാണ്, 4/√2 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 4/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, എയുടെ വാല്യൂ 4/√2 ആണ്, അതിൻ്റെ ഹോൾ സ്ക്വയർ കൊടുക്കണം. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16 വരും. ഓക്കെ, പിന്നെ √2ൻ്റെ സ്ക്വയർ 2 വരും. അതുകൂടാതെ ഇവിടെ ഒരു 2 കൂടി ഉണ്ട്, a/2 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 വരും പ്ലസ് h എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്, അത് 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ h വരും 5² ആണ്. 5² എന്ന് പറയുമ്പോൾ 25 വരും. ഇത് നമുക്കിതൊന്ന് സോൾവ് ചെയ്യാം. 4ഉം 2ഉം ക്യാൻസലായി പോകും. 2 ടൈംസ് 2ഉം √2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് √2 എന്ന് എഴുതാം. അപ്പോൾ 4√2 ആകും. ഓക്കെ, 4 ഇവിടുത്തെ √2 ആവും. ഇവിടെ അതുപോലെ ക്യാൻസൽ ചെയ്യാം. 16ഉം ഡിനോമിനേറ്ററിൽ 4 × 2 8 ആണ്. അപ്പോൾ 2 വരും. 2 + 25 2 + 25 എന്ന് പറയുമ്പോൾ 27 വരും. ഓക്കെ, ഇനി നോക്കൂ, 4 × √2 × 27 2 × 27 എന്ന് പറയുമ്പോൾ 54 ആണ്. ഈ 54നെ നമുക്ക് 9 × 6 എന്ന് എഴുതാം. 54നെ 9 × 6 എന്ന് എഴുതി. 9ന് റൂട്ട് ഉണ്ട്, എത്രയാണ്, അതിൻ്റെ ബാലൻസ് ഇവിടെ എഴുതുന്നുണ്ട്. 9ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ 3 ആണ്. അപ്പോൾ 3 പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ആ 4ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 12√6 വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ലാറ്ററൽ സർഫസ് ഏരിയ കിട്ടിക്കഴിഞ്ഞു, 12√2 ആണ്. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 12√2 കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ബേസ് ഏരിയ 8 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബേസ് ഏരിയ 8 വന്നിട്ടുണ്ട്, ഇവിടെ എഴുതാം. പ്ലസ് ലാറ്ററൽ സർഫസ് ഏരിയ 12√2 വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 8 + 12√2 ആണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഫിഗറൊക്കെ വരച്ചിട്ട് ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ എങ്ങനെ പ്രോബ്ലം ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനൊക്കെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടെത്താൻ ഓരോ ഫിഗറിനും ഇത് ഓരോന്നും മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറക്കില്ല. ഓക്കെ, മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ ഓരോ സർഫസ് ഏരിയ എന്താണെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക.